കേരളത്തിലെ മാറി മാറി വന്ന രണ്ട് രാഷ്ട്രീയ മുന്നണികൾ അവർ തഴച്ചു വളർത്തിയതാണ് ഈ തീവ്രവാദം. ഇത് നേരത്തെ ഗൗതം പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ ഈ നമ്മൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സ്ഫോടനം നടക്കുന്നു, അവിടെ നടക്കുന്നു, ഇവിടെ നടക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും ഇതിൻ്റെ എല്ലാം ബ്രെയിൻ എന്ന് പറയുന്നത് കേരളത്തിലാണ്. പണ്ടൊരു ഇൻ്റലിജൻസ് ഓഫീസർ എന്നോട് പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട ആളുകൾ, ഇതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട ട്രെയിനിങ്ങുകൾ, ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട കേന്ദ്രം, ബുദ്ധി കേന്ദ്രം എന്ന് പറയുന്നത് കേരളമാണ്. ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ വളരെ ചുരുക്കത്തിൽ പറഞ്ഞു തരാം. നമ്മുടെ PFI നിരോധിച്ച സമയത്ത് ഏറ്റവും അധികം റെയ്ഡ് നടന്ന സംസ്ഥാനം കേരളമാണ്. ഏറ്റവും അധികം ആളുകളെ അറസ്റ്റ് ചെയ്ത സംസ്ഥാനം കേരളമാണ്. തുർക്കിയിലെ, എനിക്ക് തോന്നുന്നു തുർക്കിയിലെ ലോകത്തിലെ ഏറ്റവും തീവ്രവാദ സ്വഭാവമുള്ള തുർക്കിയിലെ ഏജൻസിയിൽ നിന്ന് കേരളത്തിലെ മലപ്പുറത്തുള്ള കാക്കമാർക്ക്, ഉസ്താദുമാർക്ക് കോടിക്കണക്കിന് രൂപ കിട്ടിയെന്ന് കണ്ടെത്തിയത് നമ്മുടെ ഏജൻസികളാണ്. ഈ തടിയൻ്റെ ഇവിടെ നസീറും സർഫാസ് നവാസും 2010 ഞാൻ അന്ന് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ കൊടുത്തൊരു എൻ്റെ ഒരു ബ്രേക്കിംഗ് ന്യൂസ് എൻ്റെ ജീവിതത്തിലെ സർഫാസ് നവാസും തടിയൻ്റെ ഇവിടെ നസീറും കണ്ണൂർ ജയിലിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിലേക്ക് സാറ്റലൈറ്റ് ഫോൺ ഉപയോഗിക്കുന്നു. സാറ്റലൈറ്റ് ഫോൺ അന്ന് അലക്സാണ്ടർ ജേക്കബ് സാറാണ് ജയിൽ DGP. കോടിയേരി ബാലകൃഷ്ണന്റെ കാലത്ത് എങ്ങനെ കിട്ടി, എത്രമാത്രം അഡ്വാൻസ്ഡ് ആണ് ഇവർ. ഒരു ജയിലിൽ സാറ്റലൈറ്റ് ഫോൺ കൊടുക്കുകയാണ്. അത് വിളിച്ചതോ തുർക്കിയിലേക്ക്, അഫ്ഗാനിസ്ഥാനിലേക്ക്, അതുപോലുള്ള സ്ഥലങ്ങളിലേക്ക്. ആ തടിയുടെ നസീറാണ് ഈ പറയുന്ന നമ്മുടെ ഭീകര സംഘടനയുടെ ദക്ഷിണേന്ത്യൻ കമാൻഡറായി മാറിയത്. ഈ സർഫാസ് നവാസും തടിയുടെ നസീറും കേരളത്തിൽ നിന്ന് ബാംഗ്ലൂർ വഴി, മുംബൈ വഴി നൂറുകണക്കിന് ആളുകളെ പാകിസ്ഥാനിലേക്കും ISISിലേക്കും മറ്റ് ഭീകര സംഘടനയിലേക്കും റിക്രൂട്ട് ചെയ്തെന്ന് അന്ന് വാർത്തകൾ ഒന്നാണ്. തിരിച്ച് ഞാൻ വരുന്നു ഈരാറ്റുപേട്ടയിലേക്കോ. ഈരാറ്റുപേട്ട ഭീകരവാദത്തിൻ്റെ കേന്ദ്രമാണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ക്രൂശിക്കപ്പെട്ട ആളാണ് PC ജോർജ്. ഈ ഈരാറ്റുപേട്ടയിൽ നിന്നാണ് ഈ ചെറുപ്പക്കാർ 2 സഹോദരങ്ങൾ പോയിരിക്കുന്നത്. ഇവർ സിമി ക്യാമ്പിൽ, അതായത് വാഗമൺ സിമി ക്യാമ്പിൽ പങ്കെടുത്തവരാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പാനായി സിമി ക്യാമ്പിൽ പങ്കെടുത്തവരാണോ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇവരുടെ പേരിൽ അവിടെ പോലീസ് സ്റ്റേഷനിൽ നേരത്തെ എന്തെങ്കിലും കേസുകളുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ ഇതിൻ്റെ എല്ലാം ആസൂത്രണം നടക്കുന്നത് നമുക്കിടയിലാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ പോയതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ നിയമസഭയിൽ ഒരു പ്രമേയം അവതരിപ്പിച്ചു എന്ന് കേൾക്കുന്നു. ഞാൻ വ്യക്തമായി ഇത് മനസ്സിലാക്കിയില്ല. നമ്മുടെ മദിനിയെ പൂർണ്ണമായും മോചിപ്പിക്കണം. അദ്ദേഹം ഒരു അവസ്ഥയിലാണ്, ശാരീരികമായൊക്കെ ബുദ്ധിമുട്ടാണ്. സ്വാതന്ത്ര്യ സമരം ചെയ്തതിൻ്റെ പേരിൽ അദ്ദേഹം ഇപ്പോൾ തടവറയിൽ കഴിയുകയാണ്. ആ തുറങ്കലിൽ നിന്ന് അദ്ദേഹത്തെ പുറത്തുവിടണം എന്ന് പറയുന്നത് UDF-ഉം LDF-ഉം കൂടെ ഐകകണ്ഠേന ഒരു പ്രമേയം പാസ്സാക്കിയിട്ടാണ് പറയുന്നത്. എത്ര പേരെ കൊന്നതിൻ്റെ പ്രതിയാണ് മദിനി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇത് കേരളം പോലത്തെ ഒരു സംസ്ഥാനത്ത് നമ്മളിവിടെ ഇരുന്ന് ചർച്ച ചെയ്യാനെങ്കിലും നമുക്ക് പറ്റുന്നു എന്നുള്ളതാണ് ഞാനിൽ കാണുന്ന ഏറ്റവും പോസിറ്റീവായ കാര്യം. വേറെ എവിടെയാണ് ഇത് ചർച്ച ചെയ്യപ്പെടുന്നത്? ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കും. കഴിഞ്ഞ ദിവസം ഈ വിഷയം നമ്മുടെ ഡിബേറ്റ് എടുത്തപ്പോൾ ഡിബേറ്റിൽ വന്ന ഒരു അതിഥി, ആ അതിഥിയുടെ ഒരു പോസ്റ്റ് ഞാൻ ഇന്ന് കണ്ടു. 4 പേർ അവതാരികയടക്കം 4 പേർ ഒരു ഭാഗത്തും മറുഭാഗത്തും ഞാൻ ഒറ്റയ്ക്ക് നിന്ന് പൊരുതി എന്നാണ് പുള്ളി പറയുന്നത്. ഇതിന് പറയുന്നതോ, ഒരു വിചാരണ കോടതി ശിക്ഷിച്ചു, അതേ ആളിനെ 2026 ആയപ്പോൾ ഹൈക്കോടതി ശിക്ഷ ശരിവച്ചു. ഇനിയും സുപ്രീം കോടതി ഉണ്ടല്ലോ. അതായത് ഹൈക്കോടതി ശരിവെച്ചത് കൊണ്ട് മാത്രം ഇവർ കുറ്റക്കാരാവുന്നില്ലല്ലോ, ഇവരെ ശിക്ഷിക്കാൻ വകുപ്പില്ലല്ലോ. എന്തിനാണ് അവരെ കൊലയാളികളെന്നാണ് ചോദിക്കുന്നത്. ജലീൽ പുനലൂർ, ഞാൻ പേരെടുത്ത് തന്നെ പറയുന്നത്, രാജ്യത്തിലെ 56 പേരെ കൊന്ന ഒരാളെ, കൊന്ന കുറേ ഭീകരന്മാരെ ഇവിടെ പിന്തുണയ്ക്കാൻ ചില രാഷ്ട്രീയ കുപ്പായങ്ങൾ ഇട്ട് നടക്കുന്ന ആളുകളുണ്ട്. പറയേണ്ട വാക്കിതല്ല, കുറച്ചുകൂടെ നമ്മൾ പറയണം. നമ്മളിരിക്കുന്ന ഫ്ലോറിനെ മാനിച്ച് ഞാൻ പറയുന്നു, ഇത്തരം ദുഷിച്ച ജന്മങ്ങളുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ ചിന്തിക്കണം. ഇന്ന് ആ മഹാന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് മനസ്സിലാക്കേണ്ടത്. എങ്ങനെ അവരെ നിങ്ങൾ ഭീകരവാദികൾ ചിത്രീകരിക്കും? ഈ 56 പേരെ കൊലപ്പെടുത്തിയത് ഒരു സമുദായത്തിലുള്ളവരായതുകൊണ്ട് ആ സമുദായത്തിന് നിങ്ങൾക്ക് എങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റും എന്നാണ് ആ മഹാൻ ചോദിക്കുന്നത്. അപ്പോൾ സാർ മനസ്സിലാക്കണം, ഞാൻ പറയുന്നത് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ 1 മണിക്കൂറോ 2 മണിക്കൂറോ 4 മണിക്കൂറോ ചർച്ചയിൽ അവസാനിക്കില്ല. ഇത് നമുക്കിടയിൽ ഈ വിഷവിത്ത് പാകിയതിൻ്റെ ഉത്തരവാദികൾ നമ്മെ ഭരിക്കുന്ന ഭരണകൂടമാണ്. അങ്ങ് ചോദ്യം പോലീസിലെ പച്ച വെളിച്ചത്തിന് ഇതിൽ പങ്കുണ്ട്. അവരെ നിയന്ത്രിച്ച വകുപ്പുകൾക്ക് പങ്കുണ്ട്. നമ്മെ ഭരിച്ച നമ്മുടെ സർക്കാരുകൾക്ക് പങ്കുണ്ട്. ഒടുവിൽ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു വലിയ നെറ്റ്വർക്കായി അവർ മാറിയിരിക്കുന്നു. ഓർഗനൈസ്ഡ് ക്രൈമിൻ്റെ ഒരു പ്രധാന കേന്ദ്രമായി കേരളം മാറി എന്നുള്ളതാണ് ഏറ്റവും അപകടകരമായ കാര്യം.